ലൈൻ്റെ അടുത്ത് പോലും കിലോമീറ്റേഴ്സ് ഇൻസൈഡ് അല്ലേ നമുക്ക് തോന്നുന്നു. എപ്പോഴാ സ്പീക്കർ വെച്ച് ജോലി ഇവിടെയല്ല ആംസ്റ്റർഡാമാണ് ഹെഡ്. അപ്പോൾ നിങ്ങളിവിടെ ഇവിടുത്തെ സ്വീഡിഷ് എംപ്ലോയിയാണ്. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെ സെൽഫ് എംപ്ലോയിഡാ? അല്ല, ഞാൻ എനിക്ക് ഒരു പേറോൾ കമ്പനി ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷം. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കമ്പനി പറഞ്ഞില്ല, അതിൻ്റെ പേരോൾ കമ്പനി. ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നും അങ്ങനെയല്ലേ? നിങ്ങൾ ഇവിടെ PR ആയതുകൊണ്ടാണ്. PR എടുത്തിട്ടില്ല. ഇല്ല, റെസിഡൻസ് ഒന്നുമില്ല. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ടാക്സ് പേയ്മെൻറ്റ്. അപ്പോൾ നെതർലാൻഡ് വാസ് ഒപ്റ്റിങ് റിമോട്ട് വർക്ക് അല്ല, ഇവിടെ ഒരു പേറോൾ ഉണ്ടായിരുന്നു. അപ്പോൾ യു ഗോട്ട് ദാറ്റ്. അവർ ഒരു പൊസിഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു. ഞാൻ ഇന്ത്യയിൽ ഈ കമ്പനിയിലായിരുന്നു, പക്ഷേ ഇന്ത്യ എൻറ്റിറ്റിയിലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പോൾ 1-2 ക്രിട്ടിക്കൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് നാളൊരു 6 മാസം കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവരിലേക്ക്
$40 ആണ് എന്തായിരുന്നു ഓക്കെ. അപ്പോൾ അത് ഞാൻ ഒരു 6 മാസം നോക്കിയത് ഞാൻ എന്നിട്ട് അത് നിർത്തി. കാരണം എനിക്ക് പേയ്മെൻ്റ് ഒക്കെ ഇച്ചിരി സുഖം കിട്ടുന്നില്ല, ടാക്സേഷനൊക്കെ ഇവിടെയും ടാക്സ് കൊടുക്കണം അവിടെയും അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ ഞാനത് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ കോൺട്രാക്ട് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ജോലിക്ക് കയറി. അപ്പോൾ പിന്നെ എന്നെ മാനേജർ വിളിച്ചു, ഞാൻ സ്വീഡനിൽ പൊസിഷൻ ഓപ്പൺ ചെയ്യാം, അപ്ലൈ ചെയ്യാം. അങ്ങനെ അവർ തന്നെ എൻ്റെയും അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ബട്ട് ആക്ച്വലി ഞാൻ നേരത്തെ ഉറക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ലേബറിൽ ജമ്പ് ചെയ്തു, അവരുടെ വെണ്ടർ കമ്പനിയിൽ ജമ്പ് ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു പൊസിഷൻ ഓപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊസിഷൻ ഓപ്പൺ ചെയ്ത ആൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ മൊത്തം യൂറോപ്പും US ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഭയങ്കര സ്മോളാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് വർക്കും DVയും എല്ലാം ഒറാക്കിളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഓപ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം SQL ഡേറ്റാബേസാണ്. അതിൻ്റെ വർക്ക് കൊടുത്ത് ചെയ്ത് ബിൽഡ് ചെയ്ത് നേരത്തെ നമ്മൾ റൂട്ടഡ് സിസ്റ്റംസ് ആയിരുന്നു. അതായത് പ്രോപ്പർട്ടിയും കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിപ്പിക്കുക, പിന്നെ ഡേറ്റാബേസ് നമ്മളായിട്ട് റിമോട്ടിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ മൊത്തം ക്ലൗഡാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലൗഡ് ബേസിക് ഒറാക്കിൾ ക്ലൗഡ് അങ്ങനെ വന്ന് പുള്ളി എന്നെ എന്നോട് പറഞ്ഞുതരാം, ഇതൊരു ഒറാക്കിൾ ക്ലൗഡിലേക്ക് പോകണം, നിനക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓൾറെഡി നീ SaaS വർക്ക് ചെയ്യുക, സേബർ മൊത്തം SaaS GCP. അപ്പോൾ അങ്ങനെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ ഈ ടീമിലേക്ക് കയറ്റി. സെയിം ഒരു ഫാമിലി സ്റ്റോറി. ഇറ്റ്സ് വെരി ഹാർഡ്. അല്ലെങ്കിൽ ജോബ് കിട്ടും, അത് കിട്ടും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു എനിക്കിപ്പോൾ ശരിക്കും ഇവിടെ ജോലി കിട്ടിയാൽ ഞാനിപ്പോൾ മാറാനുള്ള ഒരു കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് മടുപ്പായി. യെസ്, അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടീമായി മെമ്പറായിട്ട് ടീമുണ്ട്, പക്ഷേ കുറച്ച് പേര് US-ലാണ്, കുറച്ച് പേര് ഇന്ത്യയിലാണ്. ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് US ട്രാവലൊക്കെ പറയുന്നത് എനിക്കും പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇടയ്ക്ക് പോകേണ്ടി വരും എന്തായാലും. 2 ആഴ്ചത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എന്താണ് ഫീൽഡ് CRM ഡൈനാമിക്സ്, മൈക്രോസോഫ്റ്റിൻ്റെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു CRM, അതാണ് ഞങ്ങളുടെ ബേസ് പ്രോഡക്റ്റ്. അതിൻ്റെ മേലെ ഈ സ്കൂൾസ് യൂണിവേഴ്സിറ്റീസൊക്കെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പർപ്പസിന് ഒരു പോർട്ടലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡൈനാമിക് CRM ഈ ഹയർ എഡ്യൂക്കേഷൻ ഡൊമൈന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതേ ഒരു ലെവലിൽ ERP ഉണ്ടായിരുന്നു. ERP ഉണ്ട്, ERP കുറേ ERPs ഉണ്ട്, പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ERP ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ERP ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ CRM വർക്ക് ചെയ്യുന്നു. അതൊരു ആർക്കിടെക്ട് സൈഡാണ്. അപ്പോൾ കുറച്ച് പുതിയ ക്ലയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഓവർവ്യൂ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഓൺബോർഡിങ് പരിപാടി. അതിനാണ് ഈ US ട്രാവൽ വരുന്നത്. എന്തായാലും കഴിഞ്ഞു മാറി ഇപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ ഈ 2 ആഴ്ച 3 weeks ഒക്കെയാണ് ഈ ഓൺബോർഡിങ് പരിപാടി. അപ്പോൾ അവരെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവർക്ക് സൊല്യൂഷൻ ഒന്ന് സിംപ്ലിഫൈസ് ആയി കൊടുക്കുക, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് കേട്ട് മനസ്സിലാക്കി കസ്റ്റമൈസ് ചെയ്യാനുള്ള സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുക, സൊല്യൂഷൻ്റെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക, ബാക്കി ഡെവലപ്പേഴ്സ്